സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭ പാസാക്കുന്ന പ്രമേയത്തിന്റെ വിശദാംശങ്ങൾ 24-ന്. തെരഞ്ഞെടുപ്പ് അടുത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ SIR നടപ്പാക്കുന്നത് നിഷ്കളങ്കമല്ല. കേരളത്തിൽ തിടുക്കപ്പെട്ട SIR നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമെന്നുമാണ് പ്രമേയം. ജനവിധി അട്ടിമറിക്കാനെന്ന ഭയം കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ശ്രീത്ത് വിവരങ്ങൾ ചേരുന്നു. ശ്രീത്ത്, പരോക്ഷമായി ഗൂഢമായി ഒരു പൗരത്വരേഖ തയ്യാറാക്കുന്നു എന്നത് നേർക്കുന്നവർ ആരോപിക്കുകയാണോ ആ പ്രമേയം? ഹാഷ്മി, ചട്ടം 118 പ്രകാരം നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഔദ്യോഗിക പ്രമേയത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലുള്ള നടപ്പിലാക്കലാണ് എന്ന ആശങ്ക വ്യാപകമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമേയം ആരംഭിക്കുന്നത് തന്നെ. അതായത് പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിൽ നടപ്പിലാക്കാനുള്ള നീക്കമാണോ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന പരിശോധന എന്ന് സംശയമുണ്ടെന്ന കാര്യം CPM നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാട് തന്നെയാണ് CPM നയിക്കുന്ന സർക്കാരിൻ്റെ പ്രമേയത്തിലൂടെയും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന കേരളത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിൽ ആശങ്കയുണ്ട്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഏതാണ്ട് 65 ലക്ഷം ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് പുറത്തായി. സമാനമായ തരത്തിലുള്ള നീക്കമാണോ ഇതെന്ന് സംശയം ദേശവ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും സുതാര്യമായ രീതിയിലായിരിക്കണം വോട്ടർ പട്ടിക പുതുക്കുന്നത് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. ഈ അവസാന വരിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, മറിച്ച് വോട്ടർ പട്ടിക പുതുക്കുന്നത് സുതാര്യമായിരിക്കണം എന്ന വാചകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പുതുക്കുന്നത് നടപടി സുതാര്യമാകണമെന്നാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. ഒരുപക്ഷെ പ്രമേയത്തിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷാംഗങ്ങളോ മറ്റോ ഇത് ചൂണ്ടിക്കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ബീഹാർ അടക്കം മുൻനിർത്തിയാണ് ആശങ്ക പ്രതിഫലിപ്പിക്കുന്ന പ്രമേയം കേരളം പാസാക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.